ഹല്ലേലൂയ. നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നതായ ഒരു വിഷയം വളരെ പ്രായോഗികമായ ഒരു വിഷയമാണ്. യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ, അത് ഒരു പരിധിവരെ പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ ഒരു ശിഷ്യന്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്നും എങ്ങനെയുള്ളതായിരിക്കണമെന്നും നമ്മളെ വ്യക്തമാക്കുന്നതായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. അവിടെ അനുഗ്രഹ വചനങ്ങൾ നമ്മൾ ആദ്യം കാണുന്നുണ്ട്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അവൻ ആരാണ്, എന്നാൽ പിന്നീട് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവൻ ആരാണ് എന്ന് തന്നെയല്ല, അവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ കണ്ടത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണമെന്ന് കർത്താവ് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ വ്യത്യസ്തരായിരിക്കണം, എല്ലാ തരത്തിലും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യം അതാണ്. നമ്മൾ ജാതികളെ പോലെ ആകരുത്, നമ്മൾ പരീശന്മാരെ പോലെ ആകരുത്, നമ്മൾ ശാസ്ത്രിമാരെ പോലെ ആകരുത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ശാസ്ത്രിമാരെ പോലെ എങ്ങനെ, അല്ലെങ്കിൽ ശാസ്ത്രിമാരെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ഇന്ന് എങ്ങനെയൊക്കെ നാം പരീശന്മാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് പഠിക്കാനായിട്ടാണ് നമ്മൾ അല്പസമയം ചെലവഴിക്കുന്നത്. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. വി ആർ എ സെപ്പറേറ്റ് പീപ്പിൾ. നമ്മൾ നേരത്തെ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോൾ ജനമാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മളുടെ വേർപാട് കൃത്യമാകുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ വേർപെടുന്നത്, എന്തിൽ നിന്നാണ് നമ്മൾ വേർപെടുന്നത്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഈ 5-ാം അധ്യായം തീരുമ്പോൾ അവിടെ കാണുന്നത്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. നമ്മുടെ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ, പ്യുവർ ആയിരിക്കുന്നത് പോലെ, എപ്രകാരം സ്വർഗസ്ഥ പിതാവ് പരിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ നമ്മൾ എങ്ങനെ ആയിരിക്കണം? പെർഫെക്റ്റ് ആകണം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ശാസ്ത്രിമാരിൽ നിന്നും പരീശന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വ്യത്യസ്തരാകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ്? ആത്യന്തികമായി നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവ് എപ്രകാരം പെർഫെക്റ്റ് ആണോ അതുപോലെ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ്. ആ പെർഫെക്ഷനിലേക്കുള്ള യാത്രയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട സെപ്പറേഷൻ എന്തിൽ നിന്നൊക്കെയാണ്? ശാസ്ത്രിമാരിൽ നിന്നും പരീശന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും. ശാസ്ത്രിമാരിൽ നിന്ന് എപ്രകാരം വേർപെട്ടിരിക്കണമെന്ന് പറയുമ്പോൾ നിയമം അവരെങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണം എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നുള്ളതിനേക്കാൾ ശാസ്ത്രിമാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ വ്യാവഹാരിക ലോകത്ത്, നമ്മുടെ പ്രസന്റ് വേൾഡിൽ, നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മളെങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കണം, മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മളെങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് അത് തുടങ്ങുമ്പോൾ തന്നെ കൊല ചെയ്യരുത്, നമ്മളവിടെ ഓരോ ഭാഗങ്ങളോടെ വായിക്കുമ്പോഴത്തേക്ക് കൊല ചെയ്യരുത്, സഹോദരനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നിഷേധിക്കരുത്, അല്ലെങ്കിൽ ആ ബന്ധം നമ്മൾ സൂക്ഷിക്കണം, വ്യഭിചാരം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്, പ്രതികാരം ചെയ്യരുത്, ശത്രുക്കളെ സ്നേഹിക്കണം. ഇതിൻ്റെ എല്ലാ റിലേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ഓൾ ബിറ്റ്വീൻ മാൻ ആൻഡ് മാൻ, റൈറ്റ്? ഒരു ശിഷ്യൻ നമ്മളുടെ മാനുഷിക ബന്ധത്തിൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ എപ്രകാരം ഡിഫറൻ്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പോൾ അക്കാര്യത്തിൽ നമ്മൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മാനുഷികത ഉണ്ടാകാൻ പാടില്ല. പ്രത്യുത നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവികമായി, നമ്മൾ ശിഷ്യനായതുകൊണ്ട് ഒരു ദൈവികമായ ജീവിതം വേണം. അഥവാ ആ ദൈവികമായ ജീവിതം നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് പ്രവൃത്തിയിൽ മാത്രം പോരാ, ആക്ച്വൽ വേൾഡിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ. കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വേൾഡിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ കൊലപാതകം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, അത്രയും മതിയെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്. കൊല ചെയ്യരുത്, കൊല ചെയ്തു കഴിഞ്ഞാൽ നീ ന്യായവിസ്താര സഭയിൽ അല്ലെങ്കിൽ ന്യായാധിപ സഭയിൽ നിൽക്കേണ്ടി വരും. പക്ഷെ കർത്താവ് പറഞ്ഞു കൊല ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, സഹോദരനോട് കോപിക്കുന്നവനും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, ന്യായാധിപ സഭയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ കൊലപാതകവും സഹോദരനോട് കോപിക്കുന്നതും ഒരേ തെറ്റായിട്ടാണ് അവിടെ പറയുന്നത്. രണ്ടിനും ശിക്ഷ ഒന്നാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി മാത്രം നോക്കിയാൽ പോരാ, എന്തുകൂടെ ചെയ്യണം? അതിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻ എന്താണെന്ന് നോക്കണം. എന്തുകൊണ്ടാണ് കൊല ചെയ്യുന്നത്? ആരും ചുമ്മാ പോയി കൊല്ലത്തൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്ന കൂട്ടത്തിൽ എന്നാൽ ഇവനെ ഞാൻ കൊന്നേക്കാം എന്ന് പറഞ്ഞ് കൊല്ലുമോ? നിങ്ങൾ ആരെങ്കിലും ചുമ്മാ അങ്ങോട്ട് പോയി ഇവനെ കൊന്നേക്കാം അല്ലേ എന്ന് ചിന്തിച്ച് ആരെങ്കിലും കൊല്ലുമോ? ഇല്ല. കൊല്ലണമെങ്കിൽ എന്തുണ്ട്?
അതിൻ്റെ പിന്നിൽ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേഷനുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, കൊല എന്ന് ആക്ച്വൽ വേൾഡിൽ നടക്കുന്ന കാര്യം മാത്രമല്ല പ്രശ്നം, അതിൻ്റെ പിന്നിൽ അതിന് ചേതോവികാരമായി നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നതായ വികാരം എന്താണ്? കോപം. അപ്പോൾ നിങ്ങൾ കോപിച്ചാൽ എന്താണ്? കൊലപാതകം നടത്തുന്നതിന് തുല്യമായ തെറ്റാണ്. അത്രയും വരെയൊക്കെ എങ്ങനെങ്കിലും നോക്കാം, വലിയ കുഴപ്പമില്ലെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുക, പക്ഷെ നിങ്ങൾ എന്താ കോപിക്കുന്നത്? കോപിക്കുന്നതുകൊണ്ടാണ് കൊല്ലുന്നത്, ഇല്ലേ? കൊല്ലുന്നത് കോപിക്കുന്നത് കൊണ്ടാണെങ്കിൽ കോപിക്കുന്നത് എന്തുകൊണ്ടാണ്? അതേക്കുറിച്ച് ഞാൻ അത്രയും ആലോചിച്ചില്ല. എന്നെ കർത്താവ് പറഞ്ഞ് കോപിക്കുന്നതിനും കാരണമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കോപിക്കുന്നത്, അഥവാ കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നതിന് പ്രേരണ എന്താണ്? എൻ്റെ പ്രേരണയ്ക്ക് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്താണ്? വാട്ട് ഈസ് മൈ മോട്ടിവേഷൻ ബിഹൈൻഡ് മൈ മോട്ടിവേഷൻ? ഞാൻ കോപിക്കുന്നതിൻ്റെ കാരണം അവൻ നിസ്സാരനാണ്, അവൻ അഗ്ലിയാണെന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതാണ്, അവന് എൻ്റെ സഹോദരനാകാൻ കൊള്ളാവുന്നവനല്ല. ഈസ് നോട്ട് ഗുഡ്, ഈസ് നോട്ട് വർത്തി ടു ബി കോൾഡ് ആസ് മൈ ബ്രദർ. അതുകൊണ്ട് എന്താണ്? എനിക്ക് അവനോട് കോപം. അപ്പോൾ കോപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അഹങ്കാരമാണ്. അഹങ്കാരിയല്ലാത്ത ഒരാളും കോപിക്കത്തില്ല. കണ്ടോ? അപ്പോൾ മോട്ടിവേഷൻ ബിഹൈൻഡ് മോട്ടിവേഷൻ നോക്കുക. കാര്യം എന്താണെന്നറിയാമോ? സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റിയിലേക്ക് വളരണമെങ്കിൽ പ്രവൃത്തിയിലെ പ്യൂരിറ്റി മാത്രം പോരാ, പ്രവൃത്തിക്ക് പിന്നിലെ മോട്ടിവേഷന്റെ പ്യൂരിറ്റി മാത്രം പോരാ, മോട്ടിവേഷന്റെ പിന്നിലെ മോട്ടിവേഷനിലേക്ക് പോകണം. പിന്നെയും കർത്താവ് പറയുകയാണ്, സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ നീ ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടി വരും. അപ്പം പുറകിലോട്ട് പോകുന്തോറും ശിക്ഷ കൂടിക്കൂടി വരിക. ആദ്യം ലോക്കൽ കോർട്ടിലെ കാര്യമാണ് പറയുന്നത്. നീ ജഡ്ജ്മെന്റിന് അല്ലെങ്കിൽ കോമൺ ജഡ്ജ്മെന്റ് അഥവാ നമ്മുടെ മുനിസിപ്പൽ കോർട്ടിൽ നിനക്ക് ഒരുപക്ഷെ ശിക്ഷ ഉണ്ടാവുമെന്ന് പറയുന്നത്. പക്ഷേ പിന്നെ പറയുക, കോപത്തിന്റെ പിന്നിൽ അഹങ്കാരം കൂടെ ഉണ്ടെങ്കിൽ നീ എവിടെ വരെ പോകേണ്ടി വരും? ഹൈക്കോർട്ട് വരെ പോകേണ്ടി വരും, ന്യായവിസ്താര സഭയിൽ. ശരി, അപ്പം പിന്നെയും കഷ്ടമാണല്ലോ. കാര്യം പുറകോട്ട് പോവുകയാണ്. ഇതിന് കർത്താവ് പറയുക, എന്തുകൊണ്ടാണ് അവനെ നിസാര എന്ന് വിളിക്കാൻ കാരണം? കാരണം നിന്റെ ചിന്ത അവൻ വിഡ്ഢിയാണെന്നാണ്. യു തിങ്ക് ഹി ഈസ് എ ഫൂൾ. അവൻ ഫൂളാണോ ഇല്ലയോ എന്നുള്ളതല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു? സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ നോക്കുക. അപ്പോൾ നിന്റെ അഹങ്കാരത്തിന് കാരണം എന്താണ്? നീ വലിയവനും അവൻ വിഡ്ഢിയുമാണെന്ന് നീ ചിന്തിക്കുന്നത് കൊണ്ടാണ്. വിഡ്ഢി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, ഫൂൾ എന്ന് പറയുന്നത് കുറെ കൂടെ ആഴമുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഹി ഈസ് മോറലി നോട്ട് അപ്രൈറ്റ് എന്നുള്ളതാണ്. അവൻ എൻ്റെ നീതിയില്ല, അവൻ എന്നെ പോലെ നീതിമാനല്ല, അവൻ മോറലി ഫൂളാണ്. തന്നെ നീതീകരിക്കുവാൻ ഇഷ്ടപ്പെട്ടവനായ പരീശൻ നിന്നുകൊണ്ട് പറയുന്ന കാര്യം എന്താണ്? കർത്താവെ, ഞാൻ നീതിമാനാണെന്ന് തന്നെയല്ല, അവൻ നീതിമാനല്ലെന്നും കൂടെയാണ്. അതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. ഞാൻ നീതിമാനല്ലെന്നല്ല, എന്താണ്? ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ തന്നെ വാഴ്ത്തുന്നു. അപ്പൊ പിന്നെയും പുറകോട്ട് പോവുകയാണ്. Now what we see, what is our motivation behind the motivation of our motivation? അങ്ങനെ വരുമ്പോഴത്തേക്ക് ശിക്ഷ പിന്നെയും കൂടുകയാണ്. എന്താ? മുനിസിപ്പൽ കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് പോയി, ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോയി, അഗ്നി നരകത്തിന് യോഗ്യനായിത്തീരും. ഇപ്പൊ കൊലപാതകത്തിന് കോമൺ കോർട്ടിലാണെങ്കിൽ ഒടുവിൽ കണ്ടം ചെയ്യുമ്പോൾ, വിധിക്കുമ്പോൾ, അഥവാ ഞാൻ മറ്റൊരാളെ എന്താണ് മോറലി ഫൂളാണെന്ന് അവനെ വിളിച്ചു കഴിഞ്ഞാൽ അഗ്നി നരകത്തിന്. നമുക്കാണെങ്കിൽ തിരിച്ചാ വരുന്നത്. നമുക്കാണെങ്കിൽ മറ്റേ എന്ത് ചെയ്താലും പ്രശ്നമില്ല. അവസാനം എന്ത് മാത്രം നടക്കാൻ പാടില്ല? കൊല എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നടക്കാൻ പാടില്ല, ബാക്കി എന്ത് വേണമെങ്കിലും നടക്കാം. ഇപ്പൊ സോ വി ഗോ ബാക്ക്. ആൻഡ് കർത്താവോടെ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സൽഗുണപൂർണ്ണനാകണമെങ്കിൽ പ്രവൃത്തിയിൽ മാത്രം പ്യൂർ ആയാൽ പോരാ, പ്രവൃത്തിയുടെ പിന്നിലെ മോട്ടിവേഷൻ പ്യൂർ ആയാൽ പോരാ, അതിന്റെ പിന്നിലെ മോട്ടിവേഷൻ പ്യൂർ ആയാൽ പോരാ, അതിന്റെയും പിന്നിലെ മോട്ടിവേഷൻ പ്യൂർ ആയിരിക്കണം. അന്തരിന്ദ്രിയങ്ങളിലെ സത്യമാണ്, അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ബോധ മനസ്സിലേത് പോലുമല്ല. എൻ്റെ ബോധ മനസ്സിന് മുമ്പിൽ എൻ്റെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നതായ പാപപ്രവണതകളെ പോലും ശുദ്ധീകരിച്ചാലേ എനിക്ക് എന്തായി തീരാൻ പറ്റുള്ളൂ? എൻ്റെ സ്വർഗസ്ഥ പിതാവിനെ പോലെ പ്യുവറാകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ശിഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രവൃത്തിയിലല്ല, അതിനപ്പുറത്ത് മോട്ടിവേഷനിലല്ല, അതിനുമപ്പുറത്ത് അബോധ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ ചെളിയും വാരിക്കളഞ്ഞാലേ പറ്റുള്ളൂ, ക്ലെൻസ് ചെയ്താലേ പറ്റുള്ളൂ. അത്രയ്ക്കും വലിയ ഒരു പ്യൂരിറ്റിയാണ്
ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ശിഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇതൊന്നും മാനുഷികമായി ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ആർക്കും സംശയം തോന്നാം. ഇവിടെ ഇരുന്ന് ആ സഹോദരിക്ക് മാത്രമൊന്നുമല്ല, ആർക്കും സംശയം തോന്നാം ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ എന്ന്. ഡൽഹിയിൽ ഒരു കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇയാളുടെ കൂടെ ഒന്ന് വരിക. എന്താ? അല്ല, ഇത് ഇങ്ങനെയൊക്കെയാണോ ഇയാൾ നടക്കുന്നതെന്ന് അറിയാൻ തൻ്റെ കൂടെ ഒന്ന് വരിക. ആരുടെയും കുറ്റമല്ല. കാര്യം നോർമൽ ഒരു സാധാരണ മനുഷ്യൻ അവന്റെ സാധാരണ ശക്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ശിഷ്യന്റെ ജീവിതം, ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. അതിനെന്തുണ്ടെങ്കിലേ പറ്റൂ. ആത്മാവിലെ ജനനം അത്യന്താപേക്ഷിതമാണ്. വിത്ത് ദ നോർമൽ ബർത്ത് ഐ കനോട്ട് ലിവ് എ സ്പിരിച്വൽ ലൈഫ് ബിക്കോസ് ഐ എം ആഫ്റ്റർ ഓൾ ഫ്ലഷ്. പക്ഷെ അതല്ല ഞാൻ. ഐ എം ബോൺ അഗെയിൻ. വെൻ ഐ എം ബോൺ അഗെയിൻ, when I was born into the world for the first time, when I was as a baby, when I came out of the womb of my mother, എനിക്കുണ്ടായിരുന്ന നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്പിരിച്വൽ നേച്ചർ. എനിക്കുണ്ടായിരുന്നത് ആദാമിൻ്റെ പ്രകൃതമാണ് ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ. അതല്ലേ ഫസ്റ്റ്, എൻ്റെ ആദ്യത്തെ ജനനത്തിൽ. പക്ഷേ എൻ്റെ രണ്ടാമത്തെ ജനനം, ദ ന്യൂ ബർത്ത്, അതെനിക്ക് തരുന്നത് ആദാമ്യ പ്രകൃതി അല്ല. ഞാൻ നേരത്തെ ആദാമിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ I was born of Adam, but now I am not born of Adam. You know, I am born of the Spirit. അതുകൊണ്ടാണ് ആത്മാവിൽ ജനിച്ചു എന്ന് പറയുന്നത്. If you are born of the Spirit, you are a child of God, because Spirit is God, right? So അവിടെയാണ് ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ഞാൻ ഈ ആദ്യം ഇത് കാര്യം പറയാൻ കാര്യം അതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്ലെയിൻ പറക്കത്തില്ല, അതിനെ പറപ്പിക്കണം. പക്ഷേ പക്ഷിയെ പറപ്പിക്കണ്ട, പക്ഷി പറന്നോളും. വാട്ട് ഈസ് ദ ഡിഫറൻസ്? പക്ഷിക്ക് ട്രെയിനിങ് കിട്ടിയതുകൊണ്ടല്ല, പക്ഷിക്ക് എന്തുണ്ട്? പറക്കുവാനുള്ള ജീവനുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഇതേപോലെ ജീവനാണ്, ലൈഫാണ്, ക്രിയേഷനാണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. വെൻ യു ആർ എ ന്യൂ ക്രിയേഷൻ, യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ ആത്മസൃഷ്ടിയാണ്. അതുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയണം. ഇവിടെ 5-ാം അധ്യായത്തിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ആ ജീവിതം ജീവിക്കാൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണമെങ്കിൽ, അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, ആ പുതിയ മനുഷ്യനെ ധരിക്കണമെങ്കിൽ ഇവിടെ 6-ാം അധ്യായത്തിൽ മനുഷ്യനോടുള്ള മനുഷ്യന്റെ ബന്ധമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ. See, chapter 5 says about your relationship with your fellow men, but chapter 6 it starts with your relationship with God. ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ബന്ധം സൂക്ഷിക്കണമെങ്കിൽ, പക്ഷെ അത് സൂക്ഷിക്കേണ്ടത് മനുഷ്യന്റെ മുമ്പിലാണെന്നുള്ളതാണ്. സൂക്ഷിക്കണമെങ്കിൽ, മനുഷ്യന്റെ മുമ്പാകെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം സൂക്ഷിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മൈ ലൈഫ് ലിവ് ടു ഗാഡ് ബിഫോർ മെൻ. ഈ ജീവിതം എനിക്ക് എങ്ങനെ സ്വർഗസ്ഥ പിതാവിന്റെ പെർഫെക്ഷനിൽ ജീവിക്കാൻ പറ്റും? അതാണ് വാസ്തവത്തിൽ ആഫ്റ്റർ ഓൾ ഇതിന്റെ എല്ലാം ചോദ്യം. അതാണ് ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം. എന്താണ്? എനിക്ക് എങ്ങനെ സ്വർഗസ്ഥ പിതാവിനെ പോലെ പെർഫെക്റ്റ് ആകാൻ പറ്റും? അതിനാണ് ഗിരിപ്രഭാഷണം പറയുന്നത്. അതാണ് ഗിരിപ്രഭാഷണം പറയുന്നത്. ആത്യന്തികമായി നമ്മൾക്ക് എന്തായേ പറ്റുള്ളൂ? വി നീഡ് ടു ബി പെർഫെക്റ്റ് ആസ് അവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എങ്ങനെ ആയിത്തീരണം? വിശുദ്ധരായിത്തീരണം. ആരെ പോലെ? സ്വർഗസ്ഥ പിതാവിനെ പോലെ. കമ്പാരിസൺ സ്വർഗസ്ഥ പിതാവുമായിട്ടല്ല, അല്ലാതെ അയലോക്കാരനുമായിട്ടല്ല. സൂസിക്കുട്ടിയെക്കാളും ഞാൻ ബെറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗത്തിൽ ചെല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല. അവിടെ ചെല്ലാൻ എന്താ പറ്റുള്ളൂ? If God compares, I do not know whether God compares. If God compares, He is comparing you not with your neighbor, He is comparing you with Jesus Christ, His own Son. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കർത്താവ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ അയൽവക്കക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തത്തില്ല. പിന്നെ ആരുമായിട്ട് താരതമ്യപ്പെടുത്തത്തുള്ളൂ? യേശു ക്രിസ്തുവുമായിട്ട് മാത്രമേ താരതമ്യപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ട് അവന്റെ വിശുദ്ധിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതിൽ കുറഞ്ഞ ഒരു വിശുദ്ധിയല്ല. ദൈവബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ സ്വർഗസ്ഥ പിതാവിനോടുള്ള ദൈവവുമായിട്ടുള്ള എൻ്റെ ഇടപെടലുകളിൽ സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റി ഞാൻ സൂക്ഷിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബിവെയർ ഓഫ് പ്രാക്ടീസിങ് യുവർ പയറ്റി ബിഫോർ മെൻ ഇൻ ഓർഡർ ടു ബി സീൻ ബൈ ദം. നമ്മൾ അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ
സൂക്ഷിച്ചു കൊള്ളുവീൻ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പരിധി വരെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവവും നിങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾക്കിടയ്ക്ക് മനുഷ്യനെ കയറ്റാതിരിക്കുക. അതിൻ്റെ സിമ്പിൾ ഫോമിൽ പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ദൈവവും ഞാനും തമ്മിലുള്ള ഇടപാടുകളുടെ ഇടയ്ക്ക് ആരെ കയറ്റാതിരിക്കുക? മനുഷ്യനെ കയറ്റാതിരിക്കുക. ദൈവവും ഞാനുമായിട്ടുള്ള ഇടപെടലിനകത്ത് മനുഷ്യൻ കയറി കഴിഞ്ഞാൽ യു ക്യാൻ നെവർ ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. എന്താണ് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് മനുഷ്യനെ കയറ്റുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ അവിടെ നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യനാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. മനുഷ്യൻ കയറി വരികയാണ്. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ 6-ാം അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ നമ്മൾ വായിക്കുന്ന പാസേജിലെ കാര്യങ്ങളെല്ലാം ഹൗ യു ഷുഡ് ബി ഡിഫറെന്റ് ഫ്രം ദ ഫാരസി എന്നുള്ളതാണ്. Earlier it was how you need to be different from the scribes. Now it says, ഇപ്പോൾ എന്താണ് പറയുന്നത്? പരീശനിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വ്യത്യസ്തനായിരിക്കണം. മനുഷ്യർക്ക് കാണേണ്ടത്, അവരുടെ പ്രശ്നം അതാണ്. അവരെന്ത് ചെയ്യുന്നു? മനുഷ്യർ കാണേണ്ടതിന് അവരുടെ നീതിയെ മനുഷ്യന്റെ മുമ്പിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മോശമാകണമെന്നൊന്നുമില്ല. നമ്മുടെ പ്രവർത്തികൾ ഒരു പക്ഷെ വളരെ നല്ലതായിരിക്കാം. ഇവിടെ പറയുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളല്ല. താഴോട്ട് വരുമ്പോഴത്തേക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 ഭിക്ഷ കൊടുക്കുന്നത്, 2 പ്രാർത്ഥന, 3 ഉപവാസം. ഇതൊന്നും നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളല്ല. അതാണ് പ്രത്യേകത. പക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഈ പ്രവൃത്തികൾ നമ്മൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിനും നമുക്കും മധ്യത്തിലേക്ക് മനുഷ്യനെ കയറ്റി നിർത്തുകയാണ്. മനുഷ്യനെ കയറ്റി നിർത്തുകയാണെന്ന് തന്നെയല്ല, ഒരു പരിധി വരെ ദൈവത്തെ ആ ലോകത്ത് നിന്ന് മാറ്റിക്കളയുകയുമാണ്. കാര്യം ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. എൻ്റെ മുമ്പിൽ ഒരാളെ മാത്രമേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. എൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഒരാളെ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. ഇപ്പം ദൈവം എൻ്റെ നേരെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ മനുഷ്യനെ ഇടയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണിക്കുന്നതെല്ലാം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിനാണ് ഞാനിത് അർപ്പിക്കുന്നതെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ, ആദ്യം ആവശ്യമായിരിക്കുന്നത് ദൈവത്തിനും എനിക്ക് മധ്യത്തിൽ നിന്ന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? മനുഷ്യനെ മാറ്റി നിർത്തിയാലേ പറ്റുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ വളരെ നല്ലതായിരിക്കാം, പക്ഷേ അത് മനുഷ്യർക്ക് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ദൈവം അത് ശ്രദ്ധിക്കാതെ പോകും. അതാണ് ഇന്നത്തെ പ്രശ്നം. പരീശന്മാർ ചെയ്ത കാര്യങ്ങളൊന്നും മോശമല്ല. പരീശന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്നാണ് പരീശനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കപടഭക്തൻ എന്നുള്ള ഒരു അർത്ഥം, എന്താണ്, നമ്മൾ അവനൊരു പരീശൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവനൊരു നല്ല ആളാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ യേശുവിൻ്റെ കാലയളവിലും അതിനു മുമ്പൊക്കെ പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കപടഭക്തൻ എന്ന് നാട്ടുകാർ ചിന്തിച്ചിരുന്ന ഒരു സമയം ഇല്ല. അവർ ബേസിക്കലി മറ്റുള്ളവരാൽ ആദരിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ അവര് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ വിശദാംശങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിച്ച് അത് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. സാധാരണ ആളുകളിൽ നിന്ന് കുറെ കൂടെ ഉയർന്ന ആത്മീയത സൂക്ഷിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ യേശുവിൻ്റെ കാലത്തുള്ള സാധാരണ യഹൂദൻ പരീശനെ നോക്കിയിരുന്നത് നിന്ദയോടെയല്ല, ഒരു പരിധി വരെ ബഹുമാനത്തോടാണ്. കാരണം എനിക്ക് അയാളെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ. പരീശൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. പരീശൻ ഒരുപക്ഷെ വഴി നിന്ന് പ്രാർത്ഥിക്കുന്ന തന്നെ ആയിക്കോട്ടെ. വഴി നിന്ന് പ്രാർത്ഥിച്ചാൽ ഇവൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇസ്ലാമിക് ഫെയ്ത്ത് വെച്ച് പുലർത്തുന്ന ആളുകൾ ദിവസം 5 നേരം നിസ്കരിക്കുന്നു. 5 നേരം നിസ്കരിക്കുന്നത് അയാൾ എവിടെ ആണെങ്കിലും ചെയ്തു കളയും. ഇനി വഴിയിലാണെങ്കിൽ വഴിയിൽ ഒരു പാവിരിച്ചാണെങ്കിലും മുട്ടുമടക്കാൻ അയാൾക്ക് മടിയില്ല. അപ്പോൾ വഴിയിൽ ഒരാൾ നിസ്കരിച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളോട് പുച്ഛമാണോ തോന്നുന്നത്, അതോ ബഹുമാനമാണോ തോന്നുന്നത്? എനിക്ക് ബഹുമാനമാണ് തോന്നുന്നത്. ഞാൻ എന്താ പറയുന്നത്? കണ്ടില്ലേ അവൻ ആരാണ്, എന്താണ്, ഒന്നും അവനൊരു നോട്ടമില്ല, അവൻ എവിടെയും അവൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടോ? എന്നിട്ട് എൻ്റെ മനസ്സിൽ എനിക്കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നേ എനിക്ക് തോന്നത്തുള്ളൂ, ഇല്ലേ? റൈറ്റ്. ഇതേപോലെ പരീശന്മാരായ ആളുകളെ അന്നത്തെ ആളുകൾ എന്ത് ചെയ്തിരുന്നു? അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു അവർ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക്. പക്ഷേ കള്ളന്മാരതിനകത്തുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ആളുകളും പരീശന്മാർ എങ്ങനെയുള്ളവർ തന്നെയായിരുന്നു? സിൻസിയറായിട്ടുള്ള ആളുകളായിരുന്നു, ആത്മീകരായ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പലതും ഒരു പരിധിവരെ നല്ല പ്രവൃത്തികളായിരിക്കാം, പക്ഷെ അറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു മോഹം നമുക്ക് ഉണ്ടായിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ 5-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പുറമേയുള്ള
അതാണല്ലോ സ്ക്രൈബ്സിന്റെ പ്രത്യേകത. ശാസ്ത്രിമാരെന്ത് ചെയ്തു? കൊല ചെയ്യരുതെന്ന് പറയുമ്പോൾ നിയമത്തിന്റെ പുറന്തോട് മാത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതായിരുന്നു ശാസ്ത്രിമാരുടെ പ്രശ്നം. പക്ഷെ പരീശന്മാരുടെ പ്രശ്നം നിയമത്തിന്റെ പുറന്തോടല്ല, അനുസരണത്തിന്റെ പുറന്തോട്. അവരനുസരിക്കുന്നതും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നല്ല. എവിടെ നിന്നാണ്? അനുസരണത്തിന് ഒരു പ്രകടനത്തിന്റെ, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഒരു എക്സ്റ്റേണലിസം എന്ന് നമുക്ക് പറയാം, ഒരു പ്രകടനാത്മകത. അതാണ് പരീശന്റെ ജീവിതത്തിന്റെ പ്രശ്നം. അതിവിടെ നമ്മൾ പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യേശുവിന്റെ കാലത്തിലെ പരീശന്മാർക്ക് മാത്രമല്ല, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സഭകളിലും ഒക്കെ അറിയാതെ ഒരു എക്സ്റ്റേണലിസം നമ്മുടെ ഇടയിൽ കടന്നുകൂടുന്നുണ്ട്. അനുസരണം നടക്കുന്നുണ്ട്, പക്ഷേ അനുസരണം പ്രകടമായി പോകുന്നതായ ഒരു സ്റ്റേജ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ 3 കാര്യങ്ങളുടെ ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും അവിടെ കർത്താവ് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി.